കോൺഗ്രസിനെ സമീപകാലത്ത് ഏറ്റവും വെട്ടിലാക്കിയത് യുവനേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. ലൈംഗിക പീഡന പരാതിയും കേസും അറസ്റ്റുമൊക്കെയായി പാർട്ടിക്ക് വലിയ നാണക്കേടാണ് അയാൾ ഉണ്ടാക്കിയത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന കേസ് വീണ്ടും ചർച്ചകളിൽ സജീവമാക്കാനാകും ഇടതുപക്ഷത്തിൻ്റെ നീക്കം. അതിനിടെ രണ്ടാമത്തെ പീഡന പരാതിയിൽ രാഹുലിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചു. കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിൻ്റെ പിറ്റേ ദിവസം ബംഗളൂരു സ്വദേശിയായ യുവതിയെ ഭയപ്പെടുത്താൻ രാഹുൽ ശ്രമിച്ചെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. രണ്ടാമത്തെ പീഡന പരാതി നൽകിയ ബംഗളൂരു സ്വദേശിനിയെ ഭീഷണിപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ശ്രമിച്ചെന്നാണ് ആരോപണം. പരാതിക്കാരിയെ ഭയപ്പെടുത്തി കേസിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു രാഹുലിന്റെ ലക്ഷ്യമെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു. ക്രൂരപീഡനത്തിനിരയായ പെൺകുട്ടി രാഹുലിനെ ഭയന്നാണ് KPCC അധ്യക്ഷന് പരാതി നൽകിയത്. രാഹുൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് മാത്രമല്ല, കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. നെടുമങ്ങാട് കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന് പിന്നാലെ ഫെബ്രുവരി 17 രാഹുൽ വാട്സാപ്പ് കോൾ ചെയ്തതായി യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ഇതേ തുടർന്നാണ് ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയുമായി പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 കേസ് പരിഗണിക്കുന്നത്. ഇരയെ ബന്ധപ്പെടാൻ പാടില്ലെന്ന വ്യവസ്ഥയോടെയാണ് കേസിൽ കോടതി ജാമ്യം നൽകിയിരുന്നതെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ നൽകിയിരുന്ന 5ാമത്തെ വ്യവസ്ഥ ലംഘിച്ചാണ് പ്രതി അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. ഇത് കണക്കിലെടുത്ത് ജാമ്യം റദ്ദാക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.